ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ വന്നിട്ടുള്ളൊരു സൺഡേ വ്ളോഗുമായിട്ടാണ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ യൂത്ത് മിഷൻ ടീം വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പള്ളിയിലെത്തി ഗൈസ്. ഞാൻ വന്നതിന് ലേറ്റായത് കാരണം ഞാൻ വന്നപ്പോഴത്തേക്ക് ആരാധന തുടങ്ങി. പോകാതെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കാനായിട്ട് വായിച്ചു കേട്ടത്. അതിലെ 4-ാം അധ്യായം 37-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. ഈ വാക്യം ദാവീദിന്റെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ യൂത്ത് മിഷൻ ടീമിനെ നമ്മളെ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനിയോഗിക്കാൻ സഹായിക്കട്ടെ. ഈ മിഷൻ ടീമിലേക്ക്, ഈ കോറിലേക്ക് പ്രത്യേകാല ദൈവനാമത്തിലെ സ്വാഗതം അർപ്പിക്കുക. ഇനി രണ്ട് സുവിശേഷം പറഞ്ഞത് അതിൻ്റെ ആത്മീയ ഗുരുക്കന്മാരുടെ ഒപ്പമാണ് ഞാൻ പ്ലാറ്റ്ഫോമിൽ കാണപ്പെടുന്നത്. അപ്പോൾ എനിക്കാണ് ടെൻഷൻ, പക്ഷെ നിങ്ങൾക്കൊരു സന്തോഷമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. എനിക്കും ഇന്ന് നിങ്ങളോടൊപ്പം ഈ വലയിലൊക്കെയായിരിക്കുവാൻ സമയത്ത് അന്നത്തെ ലോക്കൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, നമുക്ക് ഓരോ ദേവാലയം പണിയുമ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും മുകൾ ഭാഗത്തായി ഒരു ലൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും അറിയാവുന്ന ചേട്ടനാണ് ചിപ്പു ചേട്ടൻ. ഇപ്പോൾ ചിപ്പു ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ചിപ്പു ചേട്ടൻ്റെ ഫാമിലി ഇരിക്കുന്ന സ്ഥലത്ത് മുകളിലായി ഒരു ലൈറ്റ് ഘടിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ഫാമിലി ഇരിക്കുമ്പോൾ അവരുടെ തലയുടെ മുകളിലായി ഒരു ലൈറ്റ് ഘടിപ്പിക്കുവാൻ അവർ ആഗ്രഹിച്ചു. അത് പുറമേ കൂടെ പോകുമ്പോൾ ഒരു ലൈറ്റ് കത്തിയില്ലെങ്കിൽ അറിയുവാൻ സാധിക്കും ആ ആലയത്തിൽ ആ കുടുംബം വന്നിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ദേവാലയത്തെ പ്രകാശിപ്പിക്കുന്ന ഓരോ കുടുംബങ്ങളാണ് നിങ്ങൾ കാണിക്കുന്ന സഭയോട്. യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് വഴിയുടെ വിശുദ്ധാത്മാവിന്റെ സംസർഗം ഉണ്ടായിരുന്നു. ആരാധനമേൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേൽ, യൂത്ത് മിഷന്റെ മേൽ, സഭയുടെ മേൽ, ഇവിടെ വാർത്ത പ്രാർത്ഥിച്ച എല്ലാ വ്യക്തിയുടെ മേൽ, എല്ലാ വിഷയങ്ങളുടെ മേൽ ഇവിടെ കൃപാ സ്നേഹം സദാകാലം ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വൈകിട്ടിൻ്റെ ഒരു ചെറിയ അത് കഴിഞ്ഞിട്ട് ആ യൂത്ത് മിഷനിൽ നിന്ന് വന്ന അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്. ചെറിയൊരു കഥ കേൾക്കാവേ. ഒരു കൂട്ടം ആൾക്കാർ കുറെ കൂട്ടുകാർ ചേർത്ത് എല്ലായിടത്തും പോകാറുണ്ടല്ലേ, ടൂറിനും അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സന്തോഷമല്ലേ അല്ലേ? നിങ്ങൾ ആരും എടുത്ത് പോകില്ലേ? അപ്പം കൂട്ടുകാരൊക്കെ ചേർന്ന് പണ്ടൊക്കെ ആണെങ്കിൽ കപ്പലല്ലേ യാത്ര ചെയ്യുന്നത്. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോയപ്പോൾ ഇന്ന് നമ്മുടെ കാലാവസ്ഥ പോലെ ആ കപ്പലിൽ പോയ സമയത്ത് കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായി. ഇങ്ങനെ ഭയങ്കര കാറ്റും മഴയും ഭയങ്കര പേമാരിയൊക്കെ വന്നപ്പം എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കപ്പൽ ആടി ഉടഞ്ഞ് ആ വലിയ തിരയൊക്കെ വരുമ്പോഴത്തേനും കപ്പൽ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ആയപ്പോൾ കുറേ അവർ ശ്രമിച്ചു. പക്ഷെ കപ്പലിന് എന്താണ്, ആ തിരമാലകളെ ഒന്നും അതിജീവിക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ കപ്പൽ ആ കടലിലോട്ട് മുങ്ങിത്താണ് പോയപ്പോഴത്തേനും ഇവർക്കൊന്നും എന്തറിയത്തില്ലായിരുന്നു. വെള്ളത്തിൽ പോകുമ്പോൾ എന്തറിയത്തില്ലായിരുന്നു? നീന്തറിയത്തില്ലായിരുന്നു. നീന്തറിയാത്ത രക്ഷപ്പെടുവോ? അങ്ങനെ ഇവരെല്ലാവരും എന്ത് ചെയ്ത് കടലിൽ ഗൈസ്, ഇതാണ് നമ്മളെ യൂത്ത് മിഷൻ ടീം. ഇവരാണ് ഇന്ന് ആരാധന. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ്
ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗ് കാണുന്നവരേക്കും ബൈ.